ഫ്രണ്ട്സ്, വെൽക്കം ടു വിന്നൂസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണിയാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് കേരള സ്റ്റൈലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതൊരു സ്റ്റേറ്റിലെ ബിരിയാണിയിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. കാര്യം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന മസാല തന്നെയാണ്. ശരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഒത്തിരി ഡിഫറെൻ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ മസാല പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ബേ ലീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പട്ടയാണ് വേണ്ടത്. അത് ചെറിയ പീസസ് ആയതുകൊണ്ട് ഒരു 4-5 പീസസ് ഞാൻ ആഡ് ചെയ്യുന്നു. നിങ്ങളൊരു മീഡിയം സൈസ് എടുത്താൽ മതി. ഒരു 3 ഗ്രാമ്പൂ. ഇനി ഇതിലേക്ക് വേണ്ടത് ജാതിക്കയാണ്. അപ്പം ചെറിയൊരു കഷ്ണം ജാതിക്ക പൊടിച്ചത് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി വേണ്ടത് ഏലക്കയാണ്. ഒരു 4 ഏലക്ക ആഡ് ചെയ്യുക. സ്റ്റാർ ഒരെണ്ണം. കുറച്ച് ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂണിന് വേണ്ടി ജീരകം ആഡ് ചെയ്യുക. 1/2 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് മല്ലി, 1/2 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ലേശം ഉപ്പ്. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. കണ്ടോ, നന്നായിട്ട് ഞാനപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളകാണ്, ഒരു 5 പീസ് ഇഞ്ചിയും ഒരു 5 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഉള്ളി ഒന്ന് അരച്ചെടുക്കാൻ പോവുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് മാതിരി ആവരുത്. ഉള്ളി ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തു. ഇനി ബാക്കി ഇരിക്കുന്ന മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അത് ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. മട്ടൺ നമ്മൾ വേവിക്കുന്നതിന് മുന്നേ റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ജീര സാമ്പാർ റൈസാണ് എടുത്തിട്ടുള്ളത്. 3 ചെറിയ ഈ ഒരു കപ്പിൽ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിരുന്നില്ലേ ആ ഉള്ളി, അതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറിയതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ജിഞ്ചർ, ഗാർലിക്ക്, മുളകെല്ലാം കൂടി അരച്ച് വെച്ചിരുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം മസാലക്കൂട്ട് പൊടിച്ച് വെച്ചിരുന്നതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാലക്കൂട്ടാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. അതിന് ആ ഒരു പ്രത്യേക മണവും രുചിയെല്ലാം കൊടുക്കുന്നത് ഈ ഒരു മസാലയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മട്ടൺ ഞാൻ ആഡ് ചെയ്യുക. ഇതിപ്പോൾ 500 മട്ടൺ ഉണ്ട് കേട്ടോ. മട്ടൺ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, മട്ടൺ വേകാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ബൗളിന് 1/2 ബൗള് കേർഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കേർഡ് മട്ടണിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇത് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ കപ്പിന് ഞാനിപ്പോൾ 2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത് മട്ടണ് വേകാനുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിലിപ്പോൾ 1 കപ്പും കൂടി ആഡ് ചെയ്തേ. ടോട്ടൽ 3 കപ്പ് വെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ കപ്പിന്. ഇനി ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുക. അതിന് നമ്മൾ എല്ലാ മസാല എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുക്കറൊന്ന് അടച്ചു വയ്ക്കുക. എനിക്ക് മട്ടൺ വെന്ത് കിട്ടാൻ വേണ്ടി ടോട്ടൽ ഒരു 8 വിസിൽ എടുത്തു. 8 വിസിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഒരുവിധം മട്ടൺ വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 വിസിലിൽ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചധികം വേഗമില്ലാത്ത മട്ടനായിരുന്നു കേട്ടോ. അതുകൊണ്ട് 8 വിസിൽ കിട്ടി. ചില മട്ടൺ നല്ല വേഗമുള്ള മട്ടനാണെങ്കിൽ ചിലപ്പോൾ 10-11 വിസിലൊക്കെ എടുക്കും. അപ്പം നിങ്ങൾ ഒരു
6 അല്ലെങ്കിൽ 8 അത്രയും ആകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിപ്പോൾ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടോട്ടൽ 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജീരക സാമ്പാർ റൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. സോ ഒരിക്കലും വെള്ളം കൂടാൻ പാടില്ല. നിങ്ങളത് നോക്കിക്കോളുക. പിന്നെ നമ്മൾ സാധാ ബിരിയാണി റൈസിലാണ് നിങ്ങൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1.5 കപ്പ് വാട്ടറും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. റൈസും മട്ടണും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊന്ന് നോക്കുക, ഉപ്പ് പാകത്തിനുണ്ടോ. കാര്യം വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് ഇപ്പോൾ ഇതിൽ കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഉപ്പ് ആഡ് ചെയ്തത്. ഇനി ഞാൻ കുക്കറൊന്ന് അടച്ചു വയ്ക്കുക. തിളയ്ക്കാനൊന്നും തുടങ്ങിയെന്ന് വേണ്ട. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. 5 മിനിറ്റ് നിങ്ങൾ മീഡിയത്തിൽ വെച്ചേക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വയ്ക്കുക ഫ്ലെയിം. അതിനുശേഷം ഒരു 15 മിനിറ്റ് കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യാണ്ട് അത് അതേപോലെ ഒരു 15 മിനിറ്റ് വെച്ചേക്കാം. 5 മിനിറ്റ് മീഡിയം, 5 മിനിറ്റ് മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക്, പിന്നെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേക്കുക. അപ്പോഴത്തേക്കും നമുക്ക് റൈസ് നല്ല വെന്ത് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സലാഡ് ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു റൈത്ത റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. ഇതിലേക്ക് നിങ്ങളുടെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ, റൈത്ത റെഡി. ഇനി കുക്കറിൻ്റെ വെയിറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. വെയിറ്റോട് കൂടിയാണ് കുക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത്. അതൊന്ന് നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ. തലപ്പാക്കറ്റ് ബിരിയാണി അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ. നന്നായിട്ട് റൈസൊക്കെ കുക്കായിട്ടുണ്ട്. സാധാരണ നമ്മൾ തമിഴ് സ്റ്റൈലെന്ന് പറയുന്നത് അവർ ഇതേപോലെ ഒരു ബൗളിനകത്താണ്, നമുക്കിപ്പം ചെന്നൈയിലൊക്കെ പോയാലോ ഇതേപോലെ ഒരു ബൗളിനകത്തുള്ള ആ ഒരു ആകൃതിയിലായിരിക്കും അവർ നമുക്ക് ബിരിയാണി തരുന്നത്. ഇതേപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് അവർ കോരിയെടുക്കുന്നത് കേട്ടോ ബിരിയാണി. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ റൈസ്. അങ്ങനെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ ഒട്ടും വേകാതെ ഇല്ല. ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തലപ്പാക്കറ്റ് ബിരിയാണി അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മട്ടണൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. റൈസും പാകത്തിന് വെന്തിട്ടുണ്ട്. തലപ്പാക്കറ്റ് മട്ടൺ ബിരിയാണി അപ്പം നിങ്ങളും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാ റൈസ് വെച്ചിട്ടല്ല നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ഹൈദരാബാദ്, ഇപ്പോൾ പഞ്ചാബി അങ്ങനെയൊക്കെ ആയാലും നമ്മൾ കേരള സ്റ്റൈലിനോട് ഒരു ചെറിയൊരു സാമ്യമൊക്കെ അതിനൊക്കെ ഉണ്ടാകും. കാര്യം റൈസിൻ്റെയും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ ആയിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഭയങ്കര വ്യത്യാസമാണ്. അതിൻ്റെ മസാലക്കൂട്ടെന്ന് പറയുന്നത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും ഒക്കെ ഒത്തിരി വ്യത്യാസമാണ് കേട്ടോ. സാധാ നമ്മളെല്ലാ ബിരിയാണിയിൽ നിന്നും ഒത്തിരി വ്യത്യാസമാണ് ഇതിൻ്റെ സ്മെല്ലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള കമൻറ്റ്സ് താഴെ ആഡ് ചെയ്തേക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.